ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റെനിയാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മുടെ നെല്ലിക്കുന്ന് RGLP സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ. ജസ്റ്റ് എടുക്കാൻ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് വീഡിയോ എടുക്കുന്നില്ല എന്ന് കരുതിയത്. പക്ഷെ പിള്ളേരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഇന്ന് പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കാരണം പിള്ളേർ വന്ന സമയത്തോട്ട് തന്നെ നല്ല വൈബാണ് കേട്ടോ. അതായത് വരിക, പിന്നെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പിള്ളേർ ഓരോരുത്തരിങ്ങനെ എന്താ പറയുക വൈബായി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ കൊച്ചു അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ. കുറച്ച് ബലൂണൊക്കെ മേടിച്ചു. ഈ കാണുന്ന ട്രീ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അത് നമ്മളുടെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു 3 കമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞി ട്രീ നമ്മുടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ സ്റ്റാർ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ റിബണൊക്കെ വെച്ച് നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞാത്തിയിടുന്ന രീതിയിൽ ഞങ്ങളിങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ LKG UKG പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കാണാണ് കേട്ടോ. അവറ്റങ്ങൾ എന്താ പറയുക, നല്ല രസമാണ് അവരുടെ ഡ്രസ്സിങ്ങൊക്കെ കണ്ടിട്ട്. ക്രിസ്മസ് പപ്പന്മാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പണികളിലാണ്. ടീച്ചർമാരെ കുട്ടികൾക്ക് പാട്ടൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതേ ഓരോരുത്തർ കളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്ന സമയത്ത് ഇന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പിന്നെ പഠിക്കുന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ LKG UKG പിള്ളേർ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ച് സമയം പിള്ളേർ ഓടിയൊക്കെ കളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയിരുന്നു. കുട്ടികളുടെ കഴിവുകളൊക്കെ നമ്മൾ പുറത്തെടുത്തുകൊണ്ട് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പാട്ടായിരിക്കും, ഡാൻസ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിനൊക്കെ നമ്മളുടെ ടീച്ചർമാരെ ഞാൻ അവരെ പുകഴ്ത്തി പറയല്ല, എനിക്ക് എന്താ പറയുക, പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ പിള്ളേരെയും അതുപോലെ അങ്ങനെ ചെയ്യാൻ തോന്നുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർ പരമാവധി അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഈ കുട്ടീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഇത് നമ്മുടെ അയോധിക കുട്ടിയാണ് കേട്ടോ. നമ്മുടെ SKനെ കാണണമെന്ന ആഗ്രഹമായിട്ട് നമ്മൾ അതായത് ശ്രീകണ്ഠൻ നായരെ കാണണമെന്ന ആഗ്രഹമായിട്ട് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡുഡുവിൻ്റെ ക്ലാസ്സിലും കൂടിയാണ്. അപ്പോൾ അവളുടെ വക ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രായഭേദമന്യേ ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. അവിടെ ഞങ്ങൾ കളിക്കുന്നത് നമ്മുടെ HM ആണ് കേട്ടോ, പ്രീതി ടീച്ചർ. ഞങ്ങൾക്ക് അങ്ങനെ പിള്ളേരോ അല്ലെങ്കിൽ വലിയവരോ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ പിള്ളേരുടെ കൂടെ അങ്ങ് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ വണ്ണം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആരെങ്കിലും കണക്കാണെന്ന് പറയാൻ വരരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഓരോരുത്തരുടെ വണ്ണം കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് അവർ ചിലർ ചിന്തിക്കും അവർ വണ്ണം വയ്ക്കുന്നത് ഫുഡ് അടിച്ചുകൊണ്ടായിരിക്കുന്നു. പക്ഷെ അതങ്ങനെയല്ല, പലർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളുള്ളവരായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ആരും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വൈബ് നിങ്ങൾ കണ്ടോ? അടിപൊളിയായിട്ട് ഞങ്ങൾ തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എൻ്റെ കൈയും കാലും മേലും നനക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതായത് കുറേ സമയം കളിച്ചായിരുന്നു പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പിള്ളേരെന്നൊക്കെ പറഞ്ഞത് ഒരു വീക്കെൻഡ്സാണ് കേട്ടോ. അത് ഇന്ന ആളുടെ മക്കളൊന്നൊന്നുമില്ല. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അവരൊക്കെ എൻ്റെ പിള്ളേർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഓടി വരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ എന്തോ ചർച്ച നടക്കുകയാണ്, ഓരോ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഡുഡുവിൻ്റെ കൂട്ടുകാരന്മാരും കൂടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. അവിടെ പരിപാടി നടക്കുമ്പോൾ ഇവരിവിടെ 4-5 പേര് കൂടി ഇരുന്ന് ഇവിടെ എന്തൊക്കെയോ പണിയൊപ്പിക്കാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ 3 ചേട്ടന്മാരവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്കൂളിൽ സാധാരണ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷേ രസമാണ് നമുക്കതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നിനിത എന്ന് പറയും. അവളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ബാക്കിയുള്ള പേരൻസും കാര്യങ്ങളൊക്കെ വരും. അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മൾ രാവിലെ വന്നു. അതുപോലെ തന്നെ ഇത് കളിക്കുന്നത് നമ്മുടെ അന്നക്കുട്ടിയാണ് കേട്ടോ. അന്നക്കുട്ടി നമ്മുടെ സ്കൂളിലെ ഒരു സ്റ്റാർ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു ഏഞ്ചൽ അങ്ങനെ പറയാം.
അന്നക്കുട്ടി ഇപ്പോൾ അന്നക്കുട്ടിയുടെ ലാസ്റ്റ് ഇയറാണ് നമ്മുടെ ഈ സ്കൂളിൽ. അടുത്ത വർഷം വേറെ സ്കൂളിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നക്കുട്ടിയുടെ ഡാൻസാണ്. ആ ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കൂളിൽ എത്രത്തോളം സന്തോഷവും ആ ഒരു മറ്റുള്ളവരെ അംഗീകരിക്കുവാനൊക്കെ ഉള്ളൊരു മനസ്സ് കാണിക്കുമല്ലോ. എപ്പോഴും നമുക്ക് മാത്രമായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തെ. ഇപ്പോൾ അത് നമ്മുടെ കാവ്യക്കുട്ടിയാണ് കേട്ടോ. അവളെ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ പറ്റി ചേർന്നുകൊണ്ടേ നിൽക്കും. ഞാനൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷം. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് നമ്മളെ കാണുമ്പോഴൊരു അവരെ സന്തോഷം അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അന്നക്കുട്ടിയുടെ അതിമനോഹരമായിട്ടുള്ള ഡാൻസും നമ്മൾ ഈ ക്രിസ്മസ് എന്താ പറയുക സെലിബ്രേഷനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ഒരു സംഭവം എന്ന് ഉദ്ദേശിച്ചത് ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഭക്ഷണം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അടുക്കളയിൽ. നല്ല വിഭവ സമൃദ്ധമായ എന്താ പറയുക അടിപൊളി അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ അതേ നമ്മളുടെ പിള്ളേരുടെ വൈബ് അടിപൊളിയാണ്. നോൺ സ്റ്റോപ്പായിട്ട് പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ രേഷ്മ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ആള് 2ാം ക്ലാസ്സിലത്തെ ടീച്ചറാണ്. നല്ല അടിപൊളി ടീച്ചറാണ്. പിള്ളേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ലിയ ടീച്ചറാണ്. ലിയ ടീച്ചർക്ക് ഒരു കുഞ്ഞാവയൊക്കെ വരാൻ പോവാണ്. എന്താ പറയുക ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. ഒരു കുഞ്ഞാവയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ അടുക്കളയിലും പിന്നെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ഒരുക്കങ്ങളിലൊക്കെയാണ് കേട്ടോ. നമുക്ക് LKG UKG ക്ലാസ്സുകളിലേക്കൊക്കെ പോവാം. ഞാൻ ഇവിടെ ഇവരുടെ കൂടെ നിന്നപ്പോൾ അങ്ങ് നിന്ന് പോയതാണ്. ഇവരെ പിള്ളേരെ ഡാൻസ് ഇതിൽ പാട്ടൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് നല്ല പാട്ടായതുകൊണ്ട് പിള്ളേരിങ്ങനെ തകർത്ത് ഓരോരുത്തരെയും നമുക്കിങ്ങനെ എന്താ പറയുക ഓരോരുത്തരെയും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ്. പലരും പല രീതിയിൽ കളിക്കുമ്പോഴേ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിക്കാനൊക്കെ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. എൻ്റെ ഒന്നും ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമുക്കത് അന്നൊക്കെ ഭയങ്കര മാഷന്മാർ ചൂരിലൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു. പക്ഷേ ഇന്നത്തെ ടീച്ചർമാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല കമ്പനിയാണ്. പിള്ളേരുടെ ഒപ്പം എത്ര പ്രായമായാലും പിള്ളേരിലേക്ക് ഇറങ്ങി അവരുടെ രീതിയിൽ ചിന്തിച്ചും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർ എന്താ പറയുക ഓരോ പാട്ട് പ്രത്യേകിച്ച് നമ്മൾ ഓരോ പാട്ടുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ വന്നിട്ട് പറയും ഇന്നത് വെക്കിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ ഉച്ചത്തേക്ക് പിള്ളേർക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ഞങ്ങളുടെ ഷേലമ്മയാണ് ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാം. ഷേലമ്മയുടെ ഫുഡ് ഒരു അടിപൊളി എന്താ പറയുക ടേസ്റ്റാണ്. അപ്പോൾ ഉച്ച സമയമായി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്ന സമയത്ത് അതേത് മതത്തിലായാലും പ്രാർത്ഥിച്ച് കഴിക്കുന്നത് അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി കഴിക്കാനായിട്ട്. പിന്നെ ഈ ബിരിയാണിക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ അയോധിക കുട്ടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ നമ്മുടെ എസ്കേനെ കാണാൻ പോയ സ്റ്റാർ, ഞങ്ങളുടെ സ്കൂളിലത്തെ സ്റ്റാർ അയോധിക കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അയോധിക കുട്ടിയുടെയും വകയാണ് ബിരിയാണി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഒരു സന്തോഷം. അപ്പം നമുക്ക് ഇരട്ടി മധുരമാണ്. കാരണം സെലിബ്രേഷനും അതുപോലെ തന്നെ ബർത്ത്ഡേയും എല്ലാം കൂടി വന്നപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അയോധിക കുട്ടിക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയാണ്. ഇതൊക്കെ എന്താ പറയുക നമുക്ക് ലൈഫിലൊക്കെ എന്താ പറയുക എൻ്റെ ഓർമ്മയിലൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും കേട്ടോ ഞാനിങ്ങനെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് നമുക്ക് ഇതുപോലെ ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട ഒരു മിഠായിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ അയോധിക കുട്ടിക്ക് ഓരോരുത്തരും വിഷസ് പറയുന്നു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും ബിരിയാണി കഴിക്കാൻ പോവാണ്. പിള്ളേരുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ? നമ്മൾ ഉച്ചയ്ക്ക് ഡാൻസൊക്കെ കളിച്ച് തളർന്നിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും സർലാസും അച്ചാറും അയ്യോ വയന്ന് വെള്ളം വരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ അടി ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് പേരെ അതായത് ഇങ്ങനെ ഓരോ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി എന്നെ വീഡിയോ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് യൂട്യൂബിലിടുന്നു പറഞ്ഞു. അപ്പോൾ അവർ ഒന്നും കൂടി എടുത്തോ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഡാൻസർ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ
എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഇവരുടെ കൂടെ അടിച്ച് പൊളിച്ച് നമ്മളും ഒരു ചെറുപ്പമായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ മനസ്സിനിട്ടാ. ശരീരം ഇപ്പം എന്തായാലും അവരുടെ പോലെ ചെറുതാവാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും മനസ്സൊക്കെ ഒരു ചെറുപ്പമായിട്ട് പോവും. അപ്പോൾ അതേ നമ്മുടെ അന്നക്കുട്ടി എനിക്ക് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുന്തിരി മോളാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതേ പിള്ളേർ ബിരിയാണിയൊക്കെ മേടിക്കുകയാണ്. ഒരുപാട് ഇഷ്ടമായിട്ടാണ്, ഞാനും കഴിച്ചു കേട്ടോ. പക്ഷേ സംഭവം നമുക്ക് ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഉച്ച സമയത്ത് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ, അതായത് ചിലപ്പോൾ എല്ലാവരും വിചാരിക്കട്ടെ കുറേ തിന്നത് കൊണ്ടായിരുന്നു. പക്ഷേ കുറേ തിന്നത് കൊണ്ടല്ല, നമ്മൾ കുറച്ചാണെങ്കിലും ഉച്ച സമയത്ത് ഒരു മയക്കം പോലെയൊക്കെ വരും. ഇത് നമ്മുടെ LKG UKG ക്ലാസ്സാണ്. അവിടുത്തെ സ്റ്റാറുകളൊക്കെ നിങ്ങൾ കണ്ടോ? എനിക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞാനൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടീച്ചർമാരും പിള്ളേരും പേരൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് കേട്ടോ, ഒന്നും മേടിച്ചിട്ടുള്ള സ്റ്റാറൊന്നുമല്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതേ ഉണ്ണികളും ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ അവരോട് ഇടയ്ക്ക് പോയൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ടീച്ചർമാരും എന്താ പറയുക, അത് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നു എന്ന പോലെ തന്നെയാണ് ഓരോ ടീച്ചർമാരും ഓരോ കുട്ടികളും കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച്, ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിലും അവർ ശ്രദ്ധിച്ച് നോക്കി അതൊക്കെ എടുത്ത് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ അവർ നോക്കുന്നത്. അത് ഞാൻ അവരെ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറയുന്നതല്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ അയോധ്യ കുട്ടിയുടെ അമ്മയും അയോധ്യ കുട്ടി, പിന്നെ അയോധ്യ കുട്ടിയുടെ അമ്മാമ്മ, അച്ചാച്ചൻ, പിന്നെ കുഞ്ഞാവ, അവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അയോധ്യ കുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളവരെ വിളിച്ച് നമ്മൾ എല്ലാവരും കൂടി അവരുടെ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരാണ്. അപ്പോൾ ഇത് ശിവദേവിൻ്റെ അമ്മയാണ് കേട്ടോ. അത് നമ്മുടെ സ്കൂളിലെ തന്നെ PTA ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കൂട്ടുകാരി എന്നൊക്കെ പറയാം. ആളും നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ഓടി വരാനും, അത് നമുക്ക് എന്താ പറയുക, ചുരുക്കം കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു മനസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എത്ര തിരക്ക് എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ സ്കൂള് നമ്മളുടെ മക്കളുടെ പഠിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിന് അങ്ങനത്തെ ഒരു ഫീല് വന്നാലേ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് പേരാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അതേ ടീച്ചർമാരെ കണ്ണ് അവിടെ ഇവിടെ ഒന്നും തട്ടാതെ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത് കൊണ്ടേ. അപ്പം ലിയ ടീച്ചറും ഞാനും കൂടി ഇരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ ഓരോ പാട്ട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പാട്ട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർമാർ ഓരോരുത്തരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇടി ബഹളം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് പാട്ട് വെച്ചതുകൊണ്ട് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇവർക്ക് ആ ക്രിസ്മസിൻ്റെ വൈബ് തലയിൽ കയറിയിട്ടേ. ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഈ തല തിരിഞ്ഞ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരാളുടെ കയ്യിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ആളുടെ ഒരു എന്താ പറയുക, കലാപരമായിട്ടുള്ള വീഡിയോ എടുപ്പായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നത്. പിന്നെ എനിക്കൊരു രസം തോന്നി, പിള്ളേരെ എടുത്ത വീഡിയോ അവർ കാണുന്നതുമാണ് ഈ വീഡിയോ. അപ്പോൾ പിന്നെ അവരെടുത്ത വീഡിയോ നമ്മൾ ഇടാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ എന്നും വിചാരിച്ചു. അത് അവർക്കും ഒരു സന്തോഷമല്ലേ. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുക, ആൻറ്റി എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാം, ആൻറ്റി ഇടാം, എപ്പോഴും എനിക്ക് ഇടാനായിട്ടുള്ളൊരു, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡ് ശരിയാവില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങളവിടെ പാട്ട് വെച്ചിട്ട് എൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരുന്നത്. ഞാൻ ഞങ്ങൾ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ ദേ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം തീരാറായി. രാവിലെ തൊട്ട് പിള്ളേർ എന്താ പറയുക, ഡാൻസും പാട്ടും കളിയും ചിരിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനും അങ്ങ് കഴിയാറായി. എന്താ പറയുക, സമാപനമാവാറായിട്ടോ. നമുക്കൊരു 2:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ പിള്ളേർ അധിക സമയമൊന്നും 4 മണി വരെ ഇരുത്താനായിട്ടുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിയുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്കാവുമ്പോൾ വീട്ടിലെത്താം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ പിള്ളേരാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. അപ്പം ഞാനും പിള്ളേരുടെ കൂടെ ഡാൻസ് കളിക്കുകയാണ്. പിള്ളേർ എന്നെ കാണുമ്പോൾ വന്ന് തൊപ്പിയൊക്കെ തലയിൽ വെച്ച് വാ ആൻറ്റി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പിടിച്ചെലിക്കും, അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചെലിക്കും. എനിക്ക് പിന്നെ ഇന്ന ആളൊന്നുമില്ല, ഞാൻ ആര് വിളിച്ചാലും കളിക്കാനായിട്ട് പോകട്ടാ. അപ്പോൾ അതേ നമ്മുടെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതേ സ്കൂളിൽ വിടാറായി. അപ്പോൾ ടീച്ചർമാർ എപ്പോഴത്തെയും പോലെ തന്നെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഇനി 10 ദിവസങ്ങൾ അവരവരെ വീട്ടിലുള്ളായിരിക്കും. ഒരു പ്രശ്നം ഒന്നും വരാത്ത
രീതിയിൽ അവർ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഗൗരീഷ് എന്നാണോ, സോറി എനിക്ക് പേര്, സോറി കേട്ടോ, എനിക്ക് എന്താ പറയുക പേര് പെട്ടെന്ന് തെറ്റിപ്പോണു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് വന്നതാണ് ആൾ. എന്താ പറയുക, ഒരു ട്യൂഷൻ സെൻറ്റർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പിന്നെ ഭാവിയിലേക്കുള്ള വലിയ വലിയ ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ചെറിയ രീതിയിലായിട്ടുള്ള ഒരാശംസയും ഒക്കെ പറയാണ്. ഒഴിവ് ദിവസങ്ങളിൽ ബുക്കൊക്കെ വായിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും പിള്ളേർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഇതേ നമ്മുടെ മക്കൾ പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സുകാരായിരുന്നു. അപ്പോൾ അവർ ഇതേ നമ്മൾ സ്കൂളിൽ പുതിയ പഴയ വീട്ടിലേക്ക് വരുന്നത് പോലെ അവരും ടീച്ചർമാരെയും കൂട്ടുകാരെയൊക്കെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാം, ഓരോ ടീച്ചർമാരും കുട്ടികളെ വണ്ടിയിലാക്കുമ്പോൾ കൂടെ ചെല്ലുക, അവരെ ഓരോ നോക്കുകയും നമ്മുടെ എച്ച് എം അവരെ ഓരോരുത്തർ പോകുന്നതും വരുന്നതും ഒക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ഓരോരുത്തരും അതിന് വേണ്ടുന്ന ഓരോ ശ്രദ്ധയും കൊടുക്കും. ടീച്ചർമാരെ എപ്പോഴും കുട്ടികളുടെ എണ്ണം എടുത്ത്, അതൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ എപ്പോഴും ടീച്ചർമാർ കറക്റ്റാണ് കേട്ടോ. കുറച്ച് സ്കൂൾ അല്ലെങ്കിൽ കുറച്ച് പിള്ളേരോ ഉള്ളതെന്നുണ്ടെങ്കിലും വളരെ നീറ്റാണ്. നമ്മുടെ മുരുകൻ ചേട്ടൻ ടാറ്റ പറയാണ്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനും കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞ് അങ്ങനെ പോകണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക, ഹാപ്പി ക്രിസ്മസ്.